അടുത്തത് കർക്കിടകക്കൂറാണ്. ക്യാൻസർ എന്നാണ് ഇതിൻ്റെ ഇംഗ്ലീഷിലുള്ള പേര്. പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പൂയം, ആയില്യം ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. മീനത്തിലെ ചൊവ്വയും ശനിയും അത് 9-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് കിട്ടേണ്ടതായിട്ടുള്ള ഭാഗ്യം പ്രതീക്ഷിക്കുന്ന ചില പ്രവർത്തനങ്ങളിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ശനിയുടെ സ്ഥിതി അത് വൈകിപ്പിക്കും. അഷ്ടമാധിപൻ കൂടെയാണ് ശനി. കുജൻ്റെ സാന്നിധ്യം കൊണ്ട് അത് ഒരു കൂടുതൽ പ്രവർത്തനമൊക്കെ നടത്തും. പക്ഷേ അതിനുള്ള ഫലം കിട്ടുന്നത് വളരെ വൈകിയായിരിക്കാം, അഥവാ അതിനെ തടസ്സപ്പെടുത്താൻ ശനി കൂടെ അവിടെയുണ്ട്. പരിശ്രമങ്ങൾ ധാരാളം, ജോലിയിലും മറ്റുമൊക്കെ പല പരിശ്രമങ്ങളും നടത്തും. അങ്ങനെ നടത്തിയാലും അതുകൊണ്ടുണ്ടാവുന്ന ഫലം കിട്ടാൻ കുറച്ച് ഏറെ താമസിക്കും. നമ്മുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന, അതുപോലെ നമ്മുടെ പ്രവൃത്തിയോടുള്ള സ്ഥിരമായിട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന, മനം മടുപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അനിയന്ത്രിതമായിട്ടുള്ള ചില ചിലവുകളൊക്കെ ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്ര സംബന്ധിച്ചോ അതുപോലെ പഠനവുമായിട്ടുള്ള യാത്രകളിലോ ഒക്കെ കൊണ്ട് ചില കൂടുതൽ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്.